ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ഇന്ത്യയിൽ മാനേജ്മെന്റ് പഠിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വ്യത്യസ്ത IIMകളുണ്ട്. ഈ IIMകളിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലേക്കും അവരുടെ MBA പ്രോഗ്രാമുകൾക്കും മാനേജ്മെന്റ് പ്രോഗ്രാമുകൾക്കും വേണ്ടി നടക്കുന്ന കോമൺ എൻട്രൻസ് എക്സാമിനേഷനാണ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് CAT എന്ന് പറയുന്നത്. 2024 കാറ്റിലെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം കാറ്റിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് iimcat.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻസും ഒഫീഷ്യൽ അപ്ഡേറ്റ്സും എല്ലാം ഈ വെബ്സൈറ്റിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. വ്യത്യസ്ത ന്യൂസ് പേപ്പേഴ്സിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്താണോ ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള സംഗതി അതാണ് ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്ത IIMകളിലേക്ക് ഏതൊക്കെ IIMകളുണ്ട്? IIM അഹമ്മദാബാദ്, അമൃത്സർ, ബാംഗ്ലൂർ, ബോധ്ഗയ, കൽക്കട്ട, ഇൻഡോർ, ജമ്മു, കാശിപ്പൂർ, കോഴിക്കോട്. കേരളത്തിൽ ആകെ നമുക്ക് ഒരേ ഒരു IIM മാത്രമാണുള്ളത്, IIM കോഴിക്കോട്. അതുപോലെ തന്നെ ലക്നോ, മുംബൈ, നാഗ്പൂർ, റായ്പൂർ, റാഞ്ചി, റോഹ്തക്, സംബൽപൂർ, ഷിലോങ്, സിംറോർ, തിരുച്ചിറപ്പള്ളി, ഉദയ്പൂർ, വിശാഖപട്ടണം തുടങ്ങിയിട്ടുള്ള എല്ലാ IIMകളിലേക്കും ഈ പറയുന്ന CAT സ്കോർ വെച്ചുകൊണ്ടാണ് അഡ്മിഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് കാറ്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ നമുക്കൊന്ന് നോക്കാം. കാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി. കാറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ നോക്കുക. August 1 നോട്ടിഫിക്കേഷൻ വന്നു. September 20, 2024 ഫ്രൈഡേ 5 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നത് November 5 മുതലാണ്. എക്സാമിനേഷൻ നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് November 24 എന്നുള്ളതാണ്. അതായത് 2025 അടുത്ത വർഷം അഡ്മിഷൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വർഷത്തെ CAT എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് അതിൻ്റെ സ്കോർ വെച്ചുകൊണ്ടാണ് അവിടെ അഡ്മിഷൻ നടക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് CAറ്റുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഗൈഡ് നിങ്ങൾക്ക് ക്വിക്ക് ടൂറായിട്ട് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. ഏതൊക്കെ IIMകളാണ് അതിൽ വരുന്നത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അഡ്മിഷൻ്റെ ഡേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് സെൻറ്ററുകളൊക്കെ ഉണ്ട്. ഏകദേശം ഇന്ത്യയിൽ 170 ടെസ്റ്റ് സിറ്റികളുണ്ട്. പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം സിറ്റികളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി എന്നുള്ളതാണ്. എലിജിബിലിറ്റി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എലിജിബിലിറ്റി നോക്കുന്ന സമയത്ത് ഡിഗ്രിയാണ് ബേസിക്കലി CAT എക്സാമിനേഷൻ എഴുതാനുള്ള എലിജിബിലിറ്റി. പക്ഷേ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നും കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിലുള്ള ഡേറ്റിൽ നിന്നും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. September 13 ആയിരുന്നു, September 20 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നോക്കുക എന്നുള്ളതാണ്. എലിജിബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എലിജിബിലിറ്റി ഡിഗ്രിയാണ്. അതായത് 50% മാർക്കോടുകൂടി ഡിഗ്രി കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ്. അത് CGPA എന്ന് പറയുന്നത് 45% ഇൻ ദ കേസ് SC ST PWD കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 45% ഡിഗ്രി പാസ്സായാൽ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫൈനൽ ഇയർ ബാച്ചിലർ ഡിഗ്രി അപേക്ഷിക്കുന്ന ആളുകൾക്കും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽസ് CA CS ICW CMA ഫെലോ ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി ഫൈനൽ ഇയർ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷിക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ റിസർവേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട്, അതായത് നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക്, ഇപ്പോൾ IIMകൾ മാത്രമല്ല CAറ്റിൻ്റെ ബേസിൽ അഡ്മിഷൻ നടത്തുന്നത്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും CAറ്റിൻ്റെ സ്കോർ വെച്ചുകൊണ്ട് അഡ്മിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്കും എന്താണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, JNUവിലെ MBA ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഒക്കെ CAറ്റ് സ്കോർ വെച്ചുകൊണ്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ മാനേജ്മെൻറ്റ് കോഴ്സുകളിലേക്ക് CAറ്റ് സ്കോർ പരിഗണിക്കും എന്നുള്ളതാണ് ഈ വർഷം അവർ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ്, അഡ്മിഷൻ പ്രോസസ്സ്, എൻ്റെ എലിജിബിലിറ്റി വെരിഫിക്കേഷൻ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള എന്താണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഗൈഡ് എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ വരുന്നത്, അഡ്രസ്സ്, ഡീറ്റെയിൽസ്, എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്, ടെസ്റ്റ് സിറ്റി, പ്രോഗ്രാംസ്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കുള്ള പ്രത്യേക പരിഗണന ഉണ്ട്. ഇങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലേക്കും CAറ്റ് സ്കോർ പരിഗണിക്കും എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ആയിട്ട് വ്യത്യസ്ത മാനേജ്മെൻറ്റ് എക്സാമിനേഷൻസ് വേറെയും ഉണ്ടെങ്കിൽ പോലും CAറ്റ് സ്കോർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോർ തന്നെയാണ്. അത് വെച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സ്റ്റഡീസും ഒക്കെ പോലെ ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ആ സ്കോർ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്,
അവർ അഡ്മിഷൻ പ്രോസസ്സ് നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു സിലബസ് സ്ട്രക്ചർ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്കിടെ ഒരു പ്രിപ്പറേഷൻ നടത്തി കഴിയുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.